എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഇത് ഇന്റൻഷനൽ ആയിട്ട് അവർ ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് പറയാനായിട്ട് ഇപ്പോഴും നമുക്ക് പറ്റില്ല. ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാസിസ്റ്റ് പല തോന്യാസങ്ങളും തെമ്മാടിത്തരങ്ങളും കാണിക്കും. ഇത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാതെ സംഭവിക്കുന്നതാണോ? എന്നാൽ ഈ അടുത്ത് ആക്ട്രസ് അനുപമ പരമേശ്വരൻ ഇതേ ചോദ്യം ആങ്കറിനോട് ചോദിക്കുന്നുണ്ട്. അവരിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അതാണ് എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തതെന്നും. അതിന് വ്യക്തമായ ഉത്തരം പറയാം. നാസിസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് സിമ്പിളായിട്ട് തരം തിരിക്കുകയാണെങ്കിൽ 3ആയി തിരിക്കാം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, അറിയാതെ ചെയ്യുന്നത്, രണ്ടിൻ്റെ ഇടയ്ക്ക് കുറച്ചറിയും കുറച്ചറിയില്ല ഇങ്ങനെ ചെയ്യുന്നത്. എങ്ങനെയെന്ന് പറയാം. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ചില ഡിഫൻസ് മെക്കാനിസം, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ചില തന്ത്രങ്ങൾ മെനയും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഒരു പാമ്പ് ആക്രമിക്കുകയാണ്, പാമ്പ് നമ്മളെ കടിക്കാൻ വരികയാണ്. അപ്പോൾ നമ്മൾ 1 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യൂല, നമ്മൾ കടി കൊള്ളും. ചിലപ്പോൾ പാമ്പിനെ നമ്മൾ എടുത്ത് മടിയിൽ വെച്ചെന്ന് വരാം. കാരണം നമുക്ക് ആ സമയത്ത് ഈ പാമ്പിൻ്റെ പേടിയെപ്പറ്റി ധാരണയില്ല. പാമ്പ് നമ്മളെ കൊല്ലുമെന്നോ കടിക്കുമെന്നോ പാമ്പ് കടിച്ചാൽ വിഷമേൽക്കുമെന്നുള്ള ധാരണയില്ല. പിൽക്കാലത്ത് നമ്മുടെ മാതാപിതാക്കളോ മറ്റുള്ളവരെ പറഞ്ഞ് നമുക്കറിയാം പാമ്പ് ഒരു ഉപദ്രവ ജീവിയാണ്, നമ്മളെ കൊല്ലാൻ സാധ്യതയുണ്ട്, നമ്മളെ ജീവൻ തന്നെ ഹനിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാമ്പ് തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പം തന്നെ കൈവലിക്കും. എസ്കേപ്പിസം, നമ്മൾ അവിടുന്ന് മുങ്ങും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഒന്നോ നമ്മൾ അവിടുന്ന് മുങ്ങും അല്ലെങ്കിൽ പാമ്പിനെ അടിച്ച് കൊല്ലാൻ ശ്രമിക്കും. ഇതൊരു റിഫ്ലക്റ്റീവ് ആക്ഷനാണ്. നമ്മൾ പെട്ടെന്ന് അറിയാണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അല്ലാതെ അവിടെ ആലോചിച്ചിട്ട് ഈ പാമ്പ് കടിക്കുന്ന പാമ്പാണോ, ഇപ്പം എന്നെ കടിക്കുമോ എന്നൊന്നും ചിന്തിക്കില്ല. ഉടൻ തന്നെ നമ്മൾ ആക്ഷൻ എടുക്കും. കാരണം നമുക്കറിയാം നമ്മുടെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി ചെയ്തേ തീരും. അതേപോലെ ചൂടുള്ള പാത്രത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈവലിക്കും. ഇതൊക്കെ റിഫ്ലക്റ്റീവ് ആക്ഷനാണ്. ഇതേപോലെ തന്നെ നാസിസ്റ്റ് ചെറുപ്പത്തിൽ തന്നെ പല ഡിഫൻസ് മെക്കാനിസവും സൃഷ്ടിച്ചു വെക്കും. അവരുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില മാതാപിതാക്കൾ മക്കളുടെ തെറ്റ് അംഗീകരിക്കാത്തവരാണ്. അതായത് തൻ്റെ മകനൊരു തെറ്റ് വന്നു കഴിഞ്ഞാലും ഈ മാതാവ് എന്ത് ചെയ്യും? അത് ന്യായീകരിക്കും. ചെറിയ കുട്ടിയല്ലേ, അവൻ്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല, അതൊരിക്കലല്ലേ സംഭവിച്ചിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. ഇത് നിരന്തരം കിട്ടുന്ന കുട്ടി എന്ത് ചെയ്യും? തെറ്റ് വന്നാൽ അംഗീകരിക്കേണ്ടതില്ല എന്നൊരു മനോഭാവം ഉണ്ടാക്കി വെക്കും. അത് ഒരു റിഫ്ലക്റ്റീവ് ആക്ഷനായിട്ട് മാറും. ഡിനൈൽ എന്ന് പറഞ്ഞാൽ ഇവനോട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറയാം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഈ കുട്ടിയുടെ ടീച്ചർ പിടിച്ചു, ടീച്ചർ ചോദിക്കുകയാണ് നീ എന്തിനാ അത് ചെയ്തേ? അപ്പോൾ ഉടൻ തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഇതെങ്ങനെ പഠിച്ചു? ഇത് വീട്ടിൽ നിന്ന് നിരന്തരം ഇവനെ ന്യായീകരിച്ച് ഇവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്തി തീർത്ത് മാതാപിതാക്കൾ ഉണ്ടാക്കിയ ശൈലിയാണ്. അത് ഇവൻ റിഫ്ലക്റ്റീവ് ആക്ഷനായിട്ട് പഠിച്ചു, ആ ഡിഫൻസ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവന് പിന്നീട് ഇവൻ തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് അറിയില്ല. ഇവനെ സംബന്ധിച്ച് ഇവൻ്റെ ഉള്ള മറ്റൊരു ധാരണ എന്ന് പറഞ്ഞാൽ തെറ്റ് വന്നാൽ സമ്മതിക്കേണ്ടെന്ന്. പക്ഷെ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ലെവൽ മാറും. തെറ്റല്ലാതായിട്ട് ഇവർ കാണും. അപ്പോൾ ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരാൾ ആദ്യമായിട്ട് കൊന്നു കഴിഞ്ഞാൽ, മറ്റാരെങ്കിലും മേർഡർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. എപ്പോഴും സങ്കടമായിരിക്കും, വിഷമായിരിക്കും, ഞാനത് ചെയ്തില്ലെന്ന്. എന്നാൽ അതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഗുണ്ടകൾക്ക് ഈ ചിന്ത ഉണ്ടാവും? നിരന്തരം ആൾക്കാരെ കൊല്ലുന്നൊരു ഗുണ്ടക്ക് ഈ ചിന്ത ഉണ്ടാവും? ഗുണ്ടക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല, ഒരു കുറ്റബോധം ഉണ്ടാവില്ല. കാരണം ഒരു പ്രവൃത്തി നമ്മൾ നിരന്തരം ചെയ്യുന്ന സമയത്ത് കുറ്റബോധം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നാണ്. അതിന് ശക്തമായ ന്യായീകരണം അവർക്കുണ്ടാവും. അവൻ വധിക്കപ്പെടേണ്ടവനാണ്, അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അതുകൊണ്ട് ഞാൻ കൊന്നു. ആ ഒരു പ്രവൃത്തിക്ക് അവർ തെറ്റായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ തെറ്റ് അംഗീകരിക്കാത്തൊരു ബിഹേവിയർ ഇവർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ ചില ആൾക്കാർ ന്യായീകരിക്കും, എന്ത് പറഞ്ഞാലും വിശദീകരണമായ ന്യായീകരണം. അപ്പോൾ ഈ ന്യായീകരണമൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്നതായിരിക്കും. ചെറുപ്പത്തിൽ ഒരു തെറ്റും അംഗീകരിക്കാണ്ട് ന്യായീകരിച്ച് പഠിച്ച് ശീലിച്ച ഒരാൾ അങ്ങനെ ചെയ്യും. ചില ആൾക്കാർ മറ്റുള്ളവരിലേക്ക് ആരോപിക്കും, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതും ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചതായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരച്ഛൻ, ആ അച്ഛൻ തൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായാലും അമ്മയെ ചൂണ്ടും, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല എന്ന് പറയും. അപ്പോൾ ഇത് നിരന്തരം കാണുന്ന ഒരു കുട്ടി മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, മറ്റുള്ളവരിലേക്ക് ചൂണ്ടിക്കാണിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പഴിചാരിയാൽ മതി. ഇപ്പോൾ കള്ളുടിമാർ സ്ഥിരം ചെയ്യുന്നൊരു ശൈലിയാണ്. അവർ കുടിക്കുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ, ഭാര്യ സമാധാനം തരാത്തതുകൊണ്ടാണ്, ഇവൾ സമാധാനം തരുന്നില്ല, അപ്പോൾ ആ സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ കുടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പഴിചാരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബിഹേവിയർ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഡിഫൻസ് മെക്കാനിസമായിട്ട് തന്നെ ഫ്രജൈൽ ഈഗോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കും. ഈ പഠിക്കുന്നത് പിന്നീട് റിഫ്ലക്റ്റീവ് ബിഹേവിയറായിട്ട് മാറും. അതായത് പിന്നീട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബിഹേവിയർ കാണിക്കും. ഇവർക്ക് പോലും അറിയൂല ഞാൻ ചെയ്യുന്നത് മോശമാണ്, ഞാൻ തെറ്റ് അംഗീകരിക്കണം, തെറ്റ് അംഗീകരിക്കലാണ് നല്ല സ്വഭാവം എന്നറിയൂല. തെറ്റ് അംഗീകരിച്ചാൽ അത് മോശമാണ് അല്ലെങ്കിൽ തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യൂലല്ലോ. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, അവർക്ക് പോലും അറിയാതെയാണ് അവർ ഈ ബിഹേവിയർ കാണിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ബിഹേവിയറിൻ്റെ പ്രത്യാഘാതം, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഇവർക്ക് ധാരണയുണ്ട്, എന്നാലും അവർക്ക് പൂർണ്ണമായിട്ട് ധാരണ ഉണ്ടാവില്ല.
ചില ആൾക്കാർ പാർട്ട്നേഴ്സിനോടോ മറ്റുള്ളവരോടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, മിണ്ടാതിരിക്കും. അത് ഒരു ദിവസമൊന്നുമല്ല, ആഴ്ചകളും മാസങ്ങളും മിണ്ടാതിരിക്കും. അപ്പോൾ ഇവർക്കറിയാം ഈ മിണ്ടാതിരിക്കുന്നത് മോശമാണ്, കാരണം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പാർട്ട്ണറിന് അത് വിഷമമാവും എന്നറിയാം. എന്നാലും ഈ ബിഹേവിയർ അവർ അറിയാണ്ട് വന്നു പോകും. കാരണം ഇവർ മിണ്ടാൻ വിചാരിച്ചാലും ഇവർക്ക് പറ്റൂല. ഇവരെ സംബന്ധിച്ച് എന്ത് ചെയ്യും, ആ ഒരു ബിഹേവിയർ മാറ്റാൻ സാധിക്കില്ല. അതൊരു അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. എന്ത് ദേഷ്യം വന്നു കഴിഞ്ഞാലും ആദ്യം ചെയ്യുന്നത് മിണ്ടാതിരിക്കലായിരിക്കും. എന്നാൽ അവർക്ക് തന്നെ മനസ്സിലാവും ഈ മിണ്ടാതിരിക്കുന്നത് മറ്റാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, വിഷമം ഉണ്ടാകുന്നുണ്ട്, എന്നാൽ അവർ മിണ്ടൂല. സാധാരണ ആൾക്കാർ ഈ ബിഹേവിയർ കാണിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും മോശമായ ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും, പക്ഷേ അപ്പോൾ തന്നെ വിഷമം വരും. ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ട് വേഗം മിണ്ടും. അതായത് ഒരു ദിവസത്തിലധികം ഈ വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഇതാണ് സെമി ഓട്ടോമാറ്റിക് ബിഹേവിയർ. ഇനി മൂന്നാമത്തത് കംപ്ലീറ്റ്ലി അവെയർ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തോന്നിയാസങ്ങൾ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലവ് ബോംബിങ്. ചില ആൾക്കാർ സ്നേഹിക്കുന്ന സമയത്ത്, പ്രണയിക്കുന്ന സമയത്ത് എന്തു ചെയ്തു കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ ഒരു ഉറുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ കടം വാങ്ങിയിട്ടൊക്കെ ലക്ഷങ്ങളുടെ മൊബൈലൊക്കെ വാങ്ങിക്കൊടുത്ത് ആ പ്രണയം സക്സസ് ആക്കും. അപ്പോൾ ഇവനറിയാം ഞാൻ ചെയ്യുന്ന മോശമാണ്, ഞാൻ ചെയ്യുന്നത് എന്തിനാണ്, അവളെ വലയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ധാരണയോടുകൂടി പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ, മനസ്സിലായല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പ്രവൃത്തികൾ അവർ ചെയ്യുന്ന, മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്കറിയാം. ഞാനിത് ചെയ്യുന്നത് നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ ധാരണയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബിഹേവിയർ പാറ്റേൺ ഒരുപാട് അവർ കാണിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൂന്നാണെങ്കിലും ഇവരെ നമുക്ക് ന്യായീകരിക്കാൻ വകുപ്പില്ല. എന്തുകൊണ്ട് വകുപ്പില്ല എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അവർക്ക് സ്വയമോ മറ്റുള്ളവർ പറഞ്ഞിട്ടോ ഈ ബിഹേവിയർ മോശമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ആ ബോധ്യപ്പെട്ട സമയത്ത് അതവർ ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അതവർ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരുത്താൻ പറ്റും. ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ വൈഫുമായിട്ട് മിണ്ടാതിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പറയാണ്, എടാ നീ അത് ചെയ്യുന്ന മോശമാണ്, കുടുംബ ബന്ധത്തെ തകർക്കും, അവളെ മാനസിക അവസ്ഥ തകർത്ത് കളയും എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, വൈഫിൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, അവൾ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിച്ചാൽ ആവശ്യം ഓക്കെ. എന്നാൽ ഒരു നാസിസ്റ്റായ വ്യക്തിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാസിസ്റ്റായ വ്യക്തി അതിന് ന്യായമാണ് പറയാം. അതായത് എൻ്റെ ഭാര്യ വിഷമിക്കുന്നുണ്ടെന്ന് അയാൾ ചിന്തിക്കൂല, കാരണം അവിടെ എമ്പതി വർക്ക് ചെയ്യൂല. കാരണം എമ്പതി വർക്ക് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് ചിന്തിക്കുക. പക്ഷെ എമ്പതി വർക്ക് ചെയ്യൂല. അപ്പോൾ എമ്പതി വർക്ക് ചെയ്യാത്തത് കൊണ്ട് അയാൾ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കോടതി ഇവർക്ക് ലീഗൽ ഇൻസാനിറ്റി കൊടുക്കുന്നില്ല. അതായത് ഇവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ പരിരക്ഷ ഒന്നുമില്ല. എന്തുകൊണ്ട് കോടതി ഇവർ ചെയ്യുന്ന തെറ്റിന് ഇവർക്ക് ശിക്ഷ നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ആ വിഷയത്തെപ്പറ്റി അവെയർ ആവാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ഇവർ അവെയർ ആക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടൊന്നും കോടതിക്ക് ഉത്തമമായ ധാരണ ഉള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് സ്കിസോഫ്രീനിയ, അതായത് ചിത്തഭ്രമം, ഒറിജിനൽ ഭ്രാന്ത് അവസ്ഥയിലുള്ള ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും കോടതി അവരെ ശിക്ഷിക്കൂല, വെറുതെ വിടും. കാരണം ആ വ്യക്തിക്ക് അതിനെപ്പറ്റി ചിന്തിച്ച് ബോധ്യപ്പെടാനുള്ള കഴിവില്ല എന്ന് കോടതിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ വ്യക്തിക്കത് ബോധ്യപ്പെടും, പക്ഷെ ആ വ്യക്തി അതിന് ശ്രമിക്കുന്നില്ല. അതായത് ആ ഒരു രീതിയിൽ തോട്ട് പാറ്റേൺ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ കോടതിക്കോ മറ്റു നിയമങ്ങൾക്കോ പറ്റൂല. മറ്റു നിയമങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് മതപരമായും ഇവർ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷയ്ക്ക് വിധേയരാണെന്നാണ് പറയുന്നത്. കൾച്ചറൽ ബേസിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും. കാരണം ഇവരുടെ തെറ്റ് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവർ ഇരുത്തി ചിന്തിക്കൂല, അതായത് ഇരുന്ന് തൻ്റെ ഭാഗം ചിന്തിക്കൂല, തൻ്റെ തെറ്റ് ചിന്തിക്കൂല. എന്തുകൊണ്ട്? തൻ്റെ തെറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ തൻ്റെ മുഖം മൂടി പൊളിക്കേണ്ടി വരും. അതായത് താൻ ഇതുവരെ ഉണ്ടാക്കിയ സ്റ്റാറ്റസ്, പവർ, കൺട്രോള് എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഒരു ബലൂൺ പോലെ വീർത്ത ഒരു സെൽഫ് ഇമേജാണ് ഇവർക്കുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ ഉള്ളു പൊള്ളയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ ഭാഗത്ത് ഇത്രയൊക്കെ തെറ്റുണ്ട്, ഞാനൊരു മോശപ്പെട്ടവനാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ബലൂൺ പൊട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സാധാരണ ഒരാളോട് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് ഈ തെറ്റ് എൻ്റെ ജീവിതത്തെ ബാധിക്കും, അപ്പോൾ ഇത് തിരുത്തി കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ഉന്നതിയിലെത്തും, ഒന്നും കൂടി നല്ല മനുഷ്യനാവും, ഒന്നും കൂടി സൂപ്പറാവും, അതുകൊണ്ട് തെറ്റ് തിരുത്തണമെന്ന് ചിന്തിക്കും. ഇവർ ചിന്തിക്കുന്നത് ഈ തെറ്റ് ഞാൻ അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആരായി? ഞാൻ ബിഗ് സീറോ ആയി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഏതവസരത്തിലും ഏത് സാഹചര്യത്തിലും തൻ്റെ തെറ്റിനെ ന്യായീകരിക്കാനും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും അതിനെ തടയിടാനൊക്കെ ശ്രമിക്കും.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്യാസ് ലൈറ്റിങ്, മാനിപ്പുലേഷൻ, ഓരോന്നും എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഇവർ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. വീണ്ടും കാണാം. നന്ദി.